അങ്കിളിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആച്ചാ. ചിലപ്പോ ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും. ഞാൻ ആദ്യം വിളിക്കുമ്പോൾ ബെല്ലടിക്കുന്നുണ്ടായിരുന്നല്ലോ. വീട്ടിലെ ഫോൺ നമ്പർ ഉണ്ടോ അച്ഛൻ്റെ കയ്യില്? ഉണ്ടായിരുന്നതാ, സേവ് ചെയ്യാൻ മറന്നുപോയി. നമ്മളെവിടെ ചെല്ലുമ്പോ അവരാരും ഇല്ലെങ്കിലോ എന്ന് എന്റെ പേടി. ആരെങ്കിലും കാണാണ്ടിരിക്കുവോ? ഇന്ന് ഒഴിവ് ദിവസമല്ലേ? വിജയരാഘവൻ സാർ ഇല്ലേ? കാറ് കാണുന്നില്ലല്ലോ. ഇന്നത്തെ വരവ് വെറുതെ ലക്ഷണമാ. അങ്കിള് പുറത്തേക്ക് പോയതായിരിക്കും. തിരിച്ചു വന്നിട്ട് നമുക്ക് പോയാൽ മതി. എന്താ വന്നേ? വിജയരാഘവൻ സാർ ഇല്ലേ? ഉണ്ട്, പുറത്തേക്ക് പോയിരിക്കുക. ഉടനെ വരുവോ? അറിഞ്ഞൂടാ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. കേറി ഇരിക്കണമെങ്കിൽ ഇരിക്ക. ഈ സ്ത്രീ എന്താ ഇങ്ങനെ? നമുക്കറിയാലോ അച്ഛാ, അതിനങ്ങനെ വാർത്ത വെച്ചിരിക്കുന്ന പ്രത്യേക സൃഷ്ടിയാ. വിജയരാഘവനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ജാനിക്കുട്ടി എവിടെയാന്ന് നോക്കട്ടെ. ഞാനിപ്പോ എറണാകുളത്താ. വൈകിട്ടെത്തും. ടൗണിലെ ഓഫീസിലേക്ക് വന്നാൽ മതി. ശരി. ഇവിടെ ആരും ഇല്ലേ? ആരെയും കാണുന്നില്ലല്ലോ. ഇതെന്തൊരു മര്യാദയാ? വീട്ടിൽ ഗസ്റ്റ് വന്ന ഇങ്ങനെയാണോ? ഞാനൊന്ന് നോക്കാം അച്ഛാ. ജാനകി, ജാനിക്കുട്ടിയെ, ജാനിക്കുട്ടി. ഇതെന്താ നേരെ അടുക്കളയിലേക്ക് തള്ളിക്കറി പോരുവാണോ? മീൻ ചന്തയൊന്നും അല്ലല്ലോ ഇത്. എനിക്കറിയാം മീൻ ചന്ത അല്ലെന്ന്. ജാനിക്കുട്ടി ഇല്ലേ ഇവിടെ? ഇവിടെ ഒരു കുറ്റിയില്ല. ജാനിക്കുട്ടി എവിടെ പോയി? അവളൊരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയതാ. ഏത് റിലേറ്റീവ്? ഓ, ഞങ്ങളുടെ എല്ലാ റിലേറ്റീവ്സിനെ നീ അറിയോ? എങ്കിൽ പിന്നെ എവിടെയെന്ന് പറഞ്ഞൂടെ? ഈ എറണാകുളത്ത് അവളില്ല. തൽക്കാലം അത്ര അറിഞ്ഞാ മതി. അവള് ചിലപ്പോ അടുക്കളയിൽ കാണുമായിരിക്കും. നിനക്ക് അത്രയ്ക്ക് സംശയമാണെങ്കിൽ കയറി ചെന്ന് നോക്കടി. ടീച്ചറേ, ഞങ്ങൾ എന്താ അന്യരാണോ? ഇങ്ങനെ യാതൊരു പരിചയം ഇല്ലാത്ത പോലെ പെരുമാറാൻ. ഇപ്പൊ ഞാൻ എന്താ വേണ്ടേ? വിജയേട്ടനുണ്ടോന്ന് നിങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇല്ലാന്ന്. ജാനി ഉണ്ടോന്ന് ഇവള് ചോദിച്ചു, അതും ഇല്ലാന്ന് പറഞ്ഞു. പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാന്? അല്ല, ഒന്ന് ഇരിക്കാൻ പറയണ്ടേ ടീച്ചറേ? കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിക്കണ്ടേ? ഇതേ ബാറും ബിയർ പാർലറൊന്നും അല്ല. കുടിക്കണമെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോണം. നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ദേ, എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് അപമര്യാദയായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ, നിങ്ങൾ ആരാണെന്നൊന്നും ഞാൻ നോക്കില്ല. നിങ്ങളുടെ വളർത്തുമകളെ എന്റെ മകന് കല്യാണം കഴിപ്പിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ആര് പറഞ്ഞു കെട്ടിച്ചു തരാന്ന്? ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിന് സമ്മതമല്ലാന്ന് നിങ്ങൾക്കറിയാം. അതൊക്കെ പറഞ്ഞവരോട് പോയി ചോദിച്ചോളണം. മോളെ നീങ്ങി വാ, നമുക്ക് പോകാം. ഇവരോട് സംസാരിച്ചാലേ എന്റെ സമനില തെറ്റിപ്പോവും. സമനില തെറ്റുന്നതിനാ പ്രാന്തെന്ന് പറയുന്നത്. എനിക്കിപ്പോഴും ഒട്ടും വിശ്വാസമില്ല നിങ്ങളുടെ മോനും ജാനിയും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കുന്നതാ ബുദ്ധി. എന്നാ എനിക്ക് വിശ്വാസമുണ്ട് നടക്കുമെന്ന്. നടന്നാ നല്ലത്. ഞങ്ങൾ ഇറങ്ങുവാ. വെയിറ്റ് ചെയ്യാമെങ്കിൽ വിജയേട്ടനെ കണ്ടിട്ട് പോവാം. ഇന്ന് തന്നെ കാണണമെന്നേ ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല. വാ മോളെ, പോകാം. ഇതിലൊക്കെ അമ്പലപ്പുഴ നമ്പർ അറിയാവോ? വസുമതി അമ്മയുടെ. എന്റെ ഫോണിൽ കാണേണ്ടതാ, നോക്കട്ടെ.
എടോ തണല് നോക്കി വണ്ടി ഒന്ന് സൈഡാക്കും. നമ്പർ ഉണ്ടച്ച, വിളിക്കട്ടെ? ആ വിളിക്ക്. അച്ഛ റിങ് ചെയ്യുന്നുണ്ട്. ഇതാ പിടിച്ചോ. റിങ്ങേ ഉള്ളൂ, എടുക്കുന്നില്ല. ഇതെന്താ എല്ലാരും ഇങ്ങനെ? ഒത്തുകളിയാണോ? അമ്മയ്ക്കൊരു മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് നോയിക്കോട്ടെ. ആ കിട്ടി, വിളിച്ചു നോക്കട്ടെ. ഹലോ, ആരാ? കേക്കുന്നില്ലല്ലോ. ഹലോ, നടേശനാ. വസുമതി അമ്മയല്ലേ? അതെ, എന്താ നടേശ? അതെ, ഈ വിജയരാഘവൻ സാർ ഇപ്പൊ എവിടെയാ? അവൻ തിരുവനന്തപുരത്തോ മറ്റോ പോയിരിക്കുകയാണല്ലോ. മന്ത്രിയെ കാണാനോ മന്ത്രിയുടെ പിയെ കാണാനോ അവന്റെ ജോലിക്കാര്യത്തിന്. സസ്പെൻഷൻ കേസൊക്കെ ആയിരുന്നല്ലോ. ഞങ്ങളിപ്പോ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു, ആ കാണാൻ പറ്റിയില്ല. അവിടെ ഇല്ലെന്ന് പറയുന്നു. എവിടെ പോയതാണെന്ന് തെളിച്ചു പറയുന്നുമില്ല. രത്നമ്മയില്ലായിരുന്നു അവിടെ? അവരെന്തൊരു സ്ത്രീയാ! മനുഷ്യരോട് മാന്യമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, പെരുമാറാനും അറിയത്തില്ല. ആളുകളെ ഇൻസൾട്ട് ചെയ്യാൻ മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. വിജയനെ ഫോണിൽ വിളിച്ചുകൂടായിരുന്നോ? വിജയരാഘവൻ ഫോൺ എടുക്കണ്ടേ? ഒന്നുകിൽ സ്വിച്ച് ഓഫ്, അല്ലെങ്കിൽ എത്ര വിളിച്ചാലും എടുക്കില്ല. ആ, ഈ ആഴ്ച വൈറ്റിലോട്ട് ചെല്ലാൻ വിളിച്ചിരുന്നതാ, കല്യാണം ഉറപ്പിക്കാനും നിശ്ചയത്തിൻ്റെയും കല്യാണത്തിൻ്റെയും ഡേറ്റ് തീരുമാനിക്കാനും. ചെന്നപ്പോ ആട് കിടന്നിടത്ത് പൂട പോലില്ലെന്ന് പറഞ്ഞ അവസ്ഥയാ. രത്നമ്മ എന്ത് പറഞ്ഞു? ഹാ, അവരീ കല്യാണത്തിനെതിരാണല്ലോ. കല്യാണമൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല എന്ന മട്ടിലായിരുന്നു അവരുടെ പെരുമാറ്റം. ജാനക്കുട്ടിയെ കാണാൻ പോലും സമ്മതിച്ചില്ല. ചോദിച്ചപ്പോ പറയാ അവിടെ ഇല്ലെന്ന്. ഇല്ലെന്ന് പറഞ്ഞോ? ആ, ഏതോ ബന്ധു വീട്ടിൽ പോയിരിക്കുകയാണെന്ന്. രത്നമ്മ അവളെ കൊണ്ട് മദ്രാസിനെ പോയിരിക്കുകയായിരുന്നല്ലോ. അവളെ തിരിച്ചു കൊണ്ടുവന്നില്ലേ? ഇല്ലെന്നാ തോന്നുന്നേ. മദ്രാസിലാരാ? രത്നമ്മയുടെ ചേച്ചി ഫാമിലി അവിടെയാ. ജാനക്കുട്ടി എറണാകുളത്തിലെന്ന് ഉറപ്പാണോ? എന്റെ മോളുണ്ടായിരുന്നു എന്റെ കൂടെ. അവള് വീട്ടിനുള്ളിലൊക്കെ നോക്കി, അവിടെയും കണ്ടില്ല. ഞാനേ വിജയനെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വിളിക്കാം. മനുഷ്യനെ വെറുതെ ചുറ്റിക്കരുതെന്ന് പറയണം. ആദ്യം അപവാദം പറഞ്ഞ് ഒഴിഞ്ഞു മാറി, പിന്നെ വിളിച്ചു വരുത്തിട്ടാ ഞങ്ങൾ വന്നത്.